ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന രണ്ട് വഴിപാടുകൾ ആര് ചെയ്താലും എത്ര ദരിദ്രരാണേലും അവരെ മുരുകൻ കോടീശ്വരനാക്കും എന്നുള്ളതാണ്. അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്, ലളിതമായ വഴിപാടാണ്. അത് നിങ്ങൾ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. മുരുകന്റെ അനുഗ്രഹത്താൽ കോടീശ്വരനായ ഒരു വ്യക്തി എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി, ഈ മുരുകൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇന്ന് വേറൊരു ഒരാൾ, ഞാനൊരു പിന്നെ വാട്സപ്പിൽ കൂടെ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് അത് ചെയ്ത ഒരാൾക്ക് വിസയുടെ ചില പ്രോബ്ലം മാറി. അപ്പോൾ അവരതെനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തപ്പം ഞാൻ വിചാരിച്ചു മുരുകൻ്റെ ആ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, എനിക്ക് ഒരു കോടീശ്വരനായ മുരുകഭക്തനെ അറിയാം. അപ്പം ഞങ്ങൾ വളരെ സുഹൃത്തുക്കളും ഒന്നിച്ച് പഠിച്ചവരും ഒക്കെയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, മുരുകനെക്കുറിച്ച് ഞാൻ എന്നൊരു വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട മുരുകൻ്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞു തരികയാണെങ്കിൽ അതുകൂടെ ഞാൻ വീഡിയോ പറഞ്ഞു കൊടുക്കാം, ഭഗവാൻ എന്നെ തോന്നിച്ചതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട്. അദ്ദേഹം കോടീശ്വരനാണ്. അപ്പോൾ അത് എനിക്ക് പറഞ്ഞു തന്നു. ഇത് ആ വീഡിയോയ്ക്ക് ഇതുകൂടെ പറഞ്ഞു കൊടുത്തു, എല്ലാവർക്കും പ്രയോജനം കിട്ടട്ടെ എന്നുള്ള ഒരു ഇതിലാണ്. അദ്ദേഹം ചൊല്ലുന്ന ഒരു മന്ത്രവും രണ്ട് വഴിപാടും എനിക്ക് പറഞ്ഞു തന്നു. ഇത് നിങ്ങൾ വീഡിയോ ഇതുകൂടെ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹത്തെ കോടീശ്വരനാക്കിയ ആ മുരുകന്റെ വഴിപാടാണ്. അദ്ദേഹം സീറോയിൽ നിന്നും തുടങ്ങിയതാണ്, ഒന്നുമില്ലായ്മയും തുടങ്ങിയതാണ്. അപ്പം മുരുകൻ, ഞാനീ പറയുന്ന രണ്ട് വഴിപാടുകൾ ആര് ചെയ്താലും അവരെ കോടീശ്വരനാക്കും. അനുഭവത്തിൽ എന്ന് പറയുന്ന കാര്യമാണ്. പിന്നെ മുരുകന്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ അനുഭവത്തിൽ നിന്ന് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ആളുകൾക്ക് മാറ്റമുണ്ടായ ചില അനുഭവത്തിൽ നിന്നാണ്. എൻ്റെ സുഹൃത്തും ഞാൻ ഒരുപാട് ഗ്രഹനില നോക്കി പല കാര്യങ്ങളും മുരുകന്റെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ അദ്ദേഹം വളരെ നേരത്തെ തൊട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിനെ കോടീശ്വരനാക്കി അദ്ദേഹം നേരത്തെ, അതായത് വളരെ നേരത്തെ മുതലേ അദ്ദേഹം ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹം തൊഴിലിനിറങ്ങിയ കാലത്തൊട്ട് ചെയ്യുന്ന കാര്യമാണ്. അതാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എത്ര ദരിദ്രനാണേലും ഭഗവാൻ അവരെ കോടീശ്വരനാക്കും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു വാഹനമൊക്കെ ഒരുപാട് വാങ്ങിയ ഒരു മുരുകഭക്തനുണ്ട്. ഒരുപാട് വാഹനങ്ങൾ വാങ്ങിക്കൂട്ടി. അദ്ദേഹം ചെയ്ത ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അപ്പം അദ്ദേഹത്തിന് ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നതാണ്. ആ കാര്യം കൂടെ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോ ആരുടെ കണ്ണിൽപ്പെട്ടാലും അവരെല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റുന്ന, പിന്നെ എനിക്ക് അനുഭവമുള്ള കുറേ കാര്യങ്ങളൂടെ പറഞ്ഞു തരുന്നുണ്ട്, രഹസ്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ജോലിക്കായിക്കോട്ടെ, ഒരു വിസയുടെ പ്രോബ്ലം മാറാനായിക്കോട്ടെ, അല്ലെ ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, അല്ലെ വലിയൊരു ജോലിക്കായിക്കോട്ടെ, അല്ലെ ഒരു വീട് സ്ഥലത്തിന് ആയിക്കോട്ടെ, ഏത് കാര്യത്തിനും മുരുകന്റെ കുറേ കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ, വലിയ സമ്പത്ത് വരുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം. അല്ലാതെ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതൊന്നും എൻ്റെ കഴിവല്ല, ഇത് എന്നിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങളാണ്. ഭഗവാൻ തോന്നിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊന്നും എൻ്റെ അറിവല്ല കേട്ടോ. എല്ലാം നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഭഗവാനുണ്ട് എന്ന അർത്ഥം. അല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് ആരുമല്ല, ഞാനും നിങ്ങളും അല്ല, ഭഗവാനാണല്ല. ഭഗവാന്റെ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, കോടാനുകോടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞു തരികയാണ്. ലോക നന്മയ്ക്ക് വേണ്ടി, ലോകരക്ഷാർത്ഥം, ലോക നന്മയ്ക്ക് വേണ്ടി വേറൊരു ചിന്ത എനിക്കില്ല. അപ്പോൾ ഞാനതെല്ലാം പറഞ്ഞുതരാം. എല്ലാം മുരുകഭക്തരും ഇത് കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബാക്കിയെല്ലാം ഭഗവാൻ രക്ഷ. അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഇപ്പോൾ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ്, എനിക്ക് ഒരുപാട് സമയം ഇരുന്നാലേ നോക്കാൻ പറ്റുന്നുള്ളൂ. അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെസ്സേജുകൾ നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം എൻ്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. പറ്റുന്ന മെസ്സേജ് ഞാൻ നോക്കും, ചുരുക്കി ഇടണം, ചെറിയൊരു വോയിസ് ആയിട്ട്. എന്നിട്ട് ഞാൻ റിപ്ലൈ തരും. ഇനി നിങ്ങൾക്ക് വിശകലനം ചെയ്യാനാണെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഞാനത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞു തരും, അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ ധൃതി വെക്കരുത്. വിശകലനം ചെയ്യുന്നതാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന രീതി പറഞ്ഞിട്ട് അത് താല്പര്യമുള്ളവരുടെ ഞാൻ ബുക്കിങ്ങിൽ എഴുതി വെക്കും.
പിന്നെ ക്രമത്തിനായിരിക്കും അവർക്ക് റിപ്ലൈ ചെയ്യുന്നത്, എന്നിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, മനസ്സിലാക്കുക. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. ഇനിയും എല്ലാവർക്കും നന്മ വരുത്തട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. എല്ലാം ഭഗവാനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാനീ പറയാൻ പോകുന്ന 2 വഴിപാടുകൾ എത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെയും, ഒന്നുമില്ല പോക്കറ്റിലും ഒന്നുമില്ല ബാങ്കിലും ഒന്നുമില്ല, ഓക്കെ, അങ്ങനെയുള്ളവരെയും മുരുകൻ കോടീശ്വരനാക്കും. എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു തരുന്നത്. അദ്ദേഹം ഒന്നുമില്ലായ്മയും തുടങ്ങിയതാണ്, ഇന്നിപ്പോൾ അദ്ദേഹം വലിയ കോടീശ്വരനാണ്, സമ്പന്നനാണ്. മുരുകൻ ഈ 2 കാര്യം ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞതെന്നാ പറഞ്ഞിരുന്നു കേട്ടോ ആദ്യം. പിന്നെ ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അദ്ദേഹം ചെയ്തത് ശ്രദ്ധിച്ചു കേട്ടോണം. ചൊവ്വാഴ്ച രാവിലെ മുരുകന് കുമാര സൂക്താർച്ചന ഇത് ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ, സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, ഉയർച്ച നൽകണേ. ഇത് അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ 6 വലത്ത് വെച്ചിട്ട് നടക്കി വെച്ചാൽ പെട്ടെന്ന് ഫലം. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്കത് പറ്റിയില്ല, 1 വലത്ത് വെച്ചിട്ട് ചെയ്താലും ഫലം ഉണ്ടാകും. പക്ഷെ ഭഗവാൻ 6 വലത്ത് വെക്കുന്നവരോട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ, നിങ്ങൾക്ക് ഇപ്പം 1 വലത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫലം കിട്ടും. പറ്റുവാണെങ്കിൽ 6 വലത്ത് വെക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുമാര സൂക്താർച്ചന മുരുകന് സമർപ്പിക്കുക ചൊവ്വാഴ്ചകളിൽ. ഇത് ചൊവ്വാഴ്ചകളിൽ ആവർത്തിക്കണം. ഭഗവാനെ വിശ്വസിക്കണം. ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വിശ്വസിച്ചവരെ എല്ലാം ഭഗവാൻ വലിയ കോടീശ്വരന്മാരും സമ്പന്നരുമാക്കിയിട്ടുണ്ട്. ഈ കുമാരസൂക്താർച്ചന എല്ലാ മുരുകക്ഷേത്രത്തിലും ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് അച്ചട്ടാണ്. ഇത് അനുഭവം ഉണ്ടായ കാര്യം പറഞ്ഞിരുന്നത്. 2ാമത്തെ കാര്യം, അദ്ദേഹം 2 കാര്യമാണ് ചെയ്തത്. മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച, എല്ലാ മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച മുരുകന് പഞ്ചാമൃത അഭിഷേകം ചെയ്യും. അതും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിനെ ഭഗവാൻ കോടീശ്വരനാക്കിയത്. നിങ്ങൾക്കും ആവശ്യം പോലെ നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങളെ ഭഗവാൻ അതിസമ്പന്നനാക്കും, ഉറപ്പാണ്. പക്ഷെ ഇന്ന് ചെയ്താൽ നാളെ എന്നല്ല, ഭഗവാൻ രക്ഷപ്പെടുത്തിയിരിക്കും. ഭഗവാനോടുള്ള വിശ്വാസം വേണം, ഭക്തി വേണം, ആ മനസ്സിലൊരു നന്മ വേണം. പിന്നെ ഭഗവാൻ തരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം, നമ്മളൂടെ പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഉറപ്പാണ്. ഏതൊരു വ്യക്തിയും ഭഗവാൻ കോടീശ്വരൻ അതിസമ്പന്നനാക്കിയിരിക്കും, എത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്നവരായിക്കോട്ടെ. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ അദ്ദേഹം ജപിക്കുന്ന മന്ത്രം ഓം വജത് ഭുവേ നമ എന്ന മന്ത്രമാണ് അദ്ദേഹം ജപിക്കുന്നത്. ഈ ഓം വജത് ഭുവേ നമ എന്നുള്ള മന്ത്രത്തിന് വലിയ ശക്തിയുണ്ട്. ദുരിതങ്ങളെ മാറ്റാനും പാപങ്ങളെ ഇല്ലാതാക്കാനും ജീവിതത്തിൽ തൊഴിൽ ഉയർച്ച നൽകുവാനും സമ്പത്തും ഐശ്വര്യം കൊണ്ടുവരാനും ഈ ഓം വജത് ഭുവേ നമ എന്ന് പറഞ്ഞ മന്ത്രത്തിന് ശക്തിയുണ്ട്. അത് ഞാൻ വീഡിയോയുടെ താഴെ വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ടേക്കാം, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനത് എഴുതിയിട്ടേക്കാം. ഓം വജത് ഭുവേ നമ. പിന്നെ ഓം ശരവണ ഭവ, അതുപോലെ ശക്തിയുള്ളൊരു മന്ത്രമാണ്, അതും നല്ലതാണ് ജപിക്കുന്നത്. അപ്പം ഇത് പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യങ്ങളുണ്ട്. അദ്ദേഹം ജപിച്ച വേറൊരു മന്ത്രവും കൂടെ പറഞ്ഞു തന്നു. ചൊവ്വാഴ്ചകളിൽ അല്ലെങ്കിൽ നിത്യവും ജപിക്കുന്ന നല്ലതാണ്. രാവിലെ മൃഗക്ഷേത്രത്തിൽ നിന്ന് ധരണീ ഗർഭ സംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ഈ മന്ത്രവും ദിവസവും ജപിക്കാം, അല്ലെ ചൊവ്വാഴ്ച മൃഗക്ഷേത്രത്തിൽ നിന്ന് ജപിക്കാം. ഇതാണ് അദ്ദേഹം ചെയ്തത്. അത്ഭുതകരമായ ഒരു കാര്യമാണ്. അപ്പം ഈ കുമാരസൂക്താർച്ചനയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്കറിയാം. അത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത ആളുകൾ ഒരുപാട് സമ്പത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത രീതിയിൽ അതുകൂടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പഞ്ചാമൃത അഭിഷേകം മലയാള മാസം ആദ്യ രൂപ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എത്രയോ ആളുകൾ അത് പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം ചെയ്ത രീതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ഗ്രഹനില അല്ലെ കൈരേഖ അല്ലെ സംഖ്യാജ്യോതിഷം നോക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും അദ്ദേഹം ചെയ്ത ആ രീതി ഞാൻ ആ മന്ത്രങ്ങളും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം അദ്ദേഹം ആ അനുഭവസ്ഥൻ പറഞ്ഞത് അതുപോലെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ നേരത്തെ ഒരുപാട് ഇതിൻ്റെ രഹസ്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ നോക്കി തന്നിരിക്കുന്നവർക്കും വീഡിയോയിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പം ഈ 2 കാര്യങ്ങളും ആണ്, ഈ 2 വഴിപാടുകളും അച്ചട്ടാണ്, അതുപോലെ സമ്പത്ത് നൽകും. പിന്നെ ഈ മന്ത്രം, അപ്പം ഈ ധരണി ഗർഭസംഭൂതം എന്നുള്ള മന്ത്രവും ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ഇനിയും നമുക്ക് എത്ര തന്നെ ഒരു പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ മുരുകന് കദളിപ്പഴ നിവേദ്യം ചെയ്യുന്ന നല്ലതാണ്. പാലഭിഷേകവും കദളിപ്പഴ നിവേദ്യവും പാലഭിഷേകവും
ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പാപങ്ങൾ പെട്ടെന്ന് ശമിക്കും. പല വഴിപാടുകളും പല കാര്യങ്ങളും ചെയ്തിട്ട് ജീവിതത്തിൽ മാറ്റം വരാത്തത് മുൻജന്മ കർമ്മദോഷം കൊണ്ടാണ്. ഈ മുൻജന്മ കർമ്മദോഷം മാറാൻ കദളിപ്പഴ നിവേദ്യവും പാലഭിഷേകവും നല്ലതാണ്. ചൊവ്വായോ ഞായറോ ചെയ്യാം, ഭഗവാന്റെ പ്രീതി ഉണ്ടാകും. അത് പറ്റുന്നവർ ചെയ്യുക. പിന്നെ ഭഗവാന് ഈ നമ്മുടെ വീഡിയോ കാണുന്ന എത്രയോ ആളുകൾ അവര് അനുഭവം ഉണ്ടായ കാര്യമാണ്. ഞാൻ ഇനിയിപ്പോൾ ഒരാൾ വാഹനം മേടിച്ചു കൂട്ടിയെന്ന് പറഞ്ഞില്ല, അദ്ദേഹം ചെയ്ത കാര്യം പറഞ്ഞുതരാം. ഞായറാഴ്ചകളിൽ കുമാര സൂക്താർച്ചന ചെയ്തു. ഞായറാഴ്ചകളിൽ അതൊക്കെ ഞാൻ വേറെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും ഓരോരുത്തരുടെ അനുഭവം ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴായിരിക്കും ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്നത്. നേരത്തെ കേട്ടിട്ടുള്ളവർ പോലും അത്ര ചിലപ്പോൾ അത് കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരിക്കും. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്ത് വലിയ കാര്യമുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങൾ വാങ്ങിച്ച് ഒരുപാട് കൂട്ടിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ചെയ്തത് ഞായറാഴ്ചകളിൽ മുരുകന് കുമാര സൂക്താർച്ചന ഞായറാഴ്ച ചെയ്തു. അത് ഞായറാഴ്ചകളിൽ ആവർത്തിച്ചു. അയാൾക്കും വലിയ രീതിയിലുള്ള ഇഷ്ടംപോലെ വാഹനമൊക്കെ ഭഗവാൻ കൊടുത്തു. ഇതെല്ലാം അനുഭവങ്ങളാണ് കേട്ടോ. ഇനി ആർക്കും ജോലി സംബന്ധമായൊരു പ്രശ്നം, നിങ്ങളൊരു ടെസ്റ്റ് എഴുതി പാസ്സായി, പക്ഷെ റാങ്ക് ലിസ്റ്റിൽ വന്നു, ജോലി കിട്ടുന്നില്ല, അങ്ങനെ പല പാസ്സാകുന്നില്ല, എങ്ങനെ ആയിക്കോട്ടെ, മുരുകന് ചൊവ്വാഴ്ച ത്രിമധുരത്തിന് രസീതെടുത്തു. ഓം ശരവണ ഭവ വാഗൊണ്ടോ മനസ്സുകൊണ്ടോ ജപിക്കാം. 6 വലത്ത് വെച്ച് ഭഗവാനെ മനസ്സുകൊണ്ട് സമർപ്പിച്ച് അഹങ്കാരവും അഭിമാനവും ഒന്നുമില്ലാതെ ഭഗവാനെ എന്നുള്ള നിഷ്കളങ്കമായി മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് മുരുകന്റെ നട വെക്കുക. എനിക്കൊരു ജീവിതമാർഗം നൽകണേ, തൊഴിൽ നൽകണേ എന്ന് പറയുക. ഇത് ചൊവ്വാഴ്ചകളെ ആവർത്തിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. സർക്കാർ സർവീസിൽ ഇരിക്കുന്നവരുണ്ട്, അല്ലാതെ തന്നെ വേറെ നല്ല തൊഴിൽ ലഭിച്ചവരുണ്ട്. ഭഗവാൻ രക്ഷപ്പെടുത്തിയിരിക്കും. ഇനി നമുക്കൊരു ജോലിയുണ്ട് ഗൾഫിലൊക്കെ, അതുകൊണ്ട് രക്ഷയില്ല. ഇച്ചിരൂടെ ഉയർന്ന കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ വേണം. മുരുകൻ മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച പഞ്ചാമൃത അഭിഷേകം ചെയ്താൽ മതി. സാധിക്കുന്ന പോലെ മാസത്തിൽ 1 വീതം ആവർത്തിക്കണം. എത്രയോ ആളുകളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ തൊട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം എത്രയോ ആളുകളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പഞ്ചാമൃത അഭിഷേകം മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച രാവിലെ ചെയ്യണം, തലേദിവസം ഏർപ്പാട് ചെയ്യണം. ഇനി അതുപോലെ ഈ വീട് പണി നടക്കുന്നില്ലല്ലോ, വീട് സ്ഥലവും വാങ്ങണം, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ മുരുകന് ചൊവ്വാഴ്ച 1 കൂട് ഭസ്മം 10 രൂപയുടെ, 1 നാരങ്ങ, 1 നെയ്വിളക്ക് 3 കൂട്ടിപ്പിടിച്ച് ഓം ശരവണ ഭവ വാഗൊണ്ടോ മനസ്സുകൊണ്ടോ ജപിക്കാം. 6 വലത് വെച്ച് 6ാമത്തെ വലത്തിന് നെയ്വിളക്ക് തെളിയിച്ച് ഇത് 3 കൂടി കൂട്ടിപ്പിടിച്ച് ഭഗവാനെ എനിക്ക് വീട് നൽകണേ, അല്ലെ വീട് പണി പൂർത്തിയാക്കണേ, വീട് സ്ഥലവും വേണേ, അങ്ങനെ വീടും സ്ഥലവും സംബന്ധമായുള്ള കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് ചൊവ്വാഴ്ചകൾ ആവർത്തിക്കണം. ഒരു തവണ ചെയ്ത് നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല, സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ചെയ്ത എല്ലാവർക്കും വീടുണ്ടായിട്ടുണ്ട്. ഞാനത് വീഡിയോ കാണുന്നവർക്കറിയാം, ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് പിന്നെ പറയുന്നതെന്നു വെച്ചാൽ നിങ്ങൾക്കിത് കേൾക്കുന്നവർക്കും ഒക്കെ ഇത് ഒരുപാട് ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ചെയ്യട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഏതൊരു ആപത്തിലും വേലും മയിലും തുണൈ എന്ന് മുരുകനെ ചിന്തിച്ച് വിളിക്കുക. വേലും മയിലും തുണൈ, മുരുകന്റെ സഹായം ഉണ്ടാകും. വേലും മയിലും തുണൈ, വേലും മയിലും തുണൈ, മുരുകനെ ചിന്തിച്ച് വേലും മയിലും തുണൈ എന്ന് പറഞ്ഞാൽ ഏതൊരാപത്തിലും നിങ്ങൾക്കൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുക, ഒരു അപകടവും തോന്നുക, നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക. നിങ്ങൾക്കൊരു ആ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഭഗവാൻ തരും, ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഏത് ആപത്ത് മുന്നിൽ കാണുന്ന സന്ദർഭങ്ങളിലും വേലും മയിലും തുണൈ എന്ന് ജപിക്കുക. വാഗൊണ്ടോ മനസ്സുകൊണ്ടോ ജപിക്കാം. മനസ്സ് ഭഗവാനെ അങ്ങനെ വിളിച്ചാൽ, ഇനി ഈ മന്ത്രം നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോഴും ജപിക്കാം. ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ, ഇത് റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നുമല്ല, ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴും ജപിക്കാം. വേലും മയിലും തുണൈ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഭഗവാൻ ആ വ്യക്തിയെ സംരക്ഷിക്കും. നമുക്ക് എപ്പോഴും ഭഗവാനോട് മനസ്സിൽ നന്ദി പറയണം എല്ലാത്തിനും. ഭഗവാനെ സത്യസന്ധമായിട്ട് വിളിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഏത് തടസ്സവും മാറിപ്പോകുന്നുള്ളതാണ്. വേലും മയിലും തുണയും. അപ്പം ഭഗവാന് ഈ വീട് സ്ഥലവും ലഭിക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. അത് ചെയ്തവർക്കൊക്കെ ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പെരുന്നാൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 21 നാരങ്ങ അവിടെ പ്ലേറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. അത് മുരുകന് സമർപ്പിച്ചാൽ സാമ്പത്തികം വരും. അതിനിപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ചെയ്താൽ മതി, അതിനകത്തൊന്നും കുഴപ്പമില്ല. ഞാൻ പെരുന്നാളിൽ മിക്കവാറും അതൊരു വഴിപാടായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അത് ചെയ്തവർക്ക് സാമ്പത്തികം വന്നിട്ടുണ്ട്. അത് ചൊവ്വാഴ്ചകൾ ആവർത്തിക്കാം. 21 നാരങ്ങ ഒരു തട്ടത്തിൽ വെച്ച്
6 വലത്ത് വെച്ച് നടക്കി വെക്കുക. ഇനിയിപ്പോൾ 6 വലത്ത് പറ്റിയില്ല, ഒരു വലത്താണേലും മതി, അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല. 6 വലത്താണെങ്കിൽ ഭഗവാന് കുറച്ചുകൂടി ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അകത്ത് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു വലത്താണേലും ഭഗവാനെ സമർപ്പിച്ച് ചെയ്താൽ മതി. 6 വലത്ത് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, അത് നല്ലതാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അകത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ കൂടെ പറ്റുന്ന പോലെ ചെയ്യുക. 21 നാരങ്ങ നിങ്ങളുടെ അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ പറ്റുവാണെങ്കിൽ ചെയ്യുക. ഒരു തട്ടത്തിൽ വെച്ചാൽ മതി. ഇനി ഇപ്പൊ ചാനാശ്ശേരി ഉള്ളവർക്ക് ഏറ്റവും എളുപ്പമാണ്. പെരുന്നാൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലുണ്ട്. അവിടെ വെച്ചവർക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായ അനുഭവം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സാമ്പത്തികം കിട്ടിയിട്ടുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ, അല്ലാതെ വെറുതെ ഒരു കാര്യം ഞാൻ പറയാറില്ല. അതെനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഈ മുരുകക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഭഗവാനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ആത്മാർത്ഥയോടെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കൈവിടത്തില്ല. മുരുകന്റെ അനുഗ്രഹത്താൽ കോടീശ്വരായ ഒരുപാട് വ്യക്തികളുണ്ട് കേട്ടോ. ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ പലരെ എനിക്കറിയാം. പലരുമായിട്ടും വളരെ അടുത്തിടപഴകാനും ഒക്കെ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്, മുരുക ഭക്തന്മാരുമായിട്ട്. ഭഗവാനെ അതുപോലെ തന്നെ ഈ കല്യാണം നടക്കാത്ത ഒരു മുരുകന് ചൊവ്വാഴ്ച 6 കദളിപ്പഴം തട്ടത്തിൽ വെച്ച് ഓം ശരവണ ഭവ ജപിച്ച് 6 വലത്ത് വെച്ച് നടക്കി വെക്കുന്നതാണ്. നല്ല വിവാഹം നടക്കുന്നതാണ്. പിന്നെ അതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഒരു തവണ ചെയ്തുകൊണ്ട് ബലം ഉണ്ടാകണമെന്നില്ല, ചിലപ്പം ബലം ഉണ്ടാകാം. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഈ മുരുകന്റെ നടയിൽ കദളിപ്പഴം ഭഗവാന് വളരെ പ്രിയമാണ്. അതുപോലെ പഞ്ചാമൃതാഭിഷേകം ഭഗവാൻ ഏറ്റവും പ്രിയമാണ്. പഞ്ചാമൃതാഭിഷേകം ചെയ്തവരെല്ലാം ഭഗവാൻ നല്ല നിലയിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഭഗവാനെ നമ്മൾ മുരുകക്ഷേത്രത്തിൽ പോകുമ്പം ഭഗവാനെ നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തരുമെന്നുള്ളതാണ്. സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും എല്ലാം നൽകും. ഒരുപാട് ഭഗവാനെ കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിൽ ഭഗവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രാഹു ദോഷങ്ങളൊക്കെ തീരാനും മുരുകന്റെ അനുഗ്രഹം ഉണ്ടായി സാധിക്കും. കാരണം മുരുകൻ സർപ്പരൂപം എടുത്തതാണ്. മുരുകനെ വിളിച്ചാൽ മതി രാഹുദോഷങ്ങളും സർവ്വദോഷങ്ങളും മാറാൻ, ഗ്രഹപ്പഴകളെ ഒക്കെ മാറാനും. കാരണം ഭഗവാന് എല്ലാത്തിൻ്റെ അധിപനാണ്. അഗസ്ത്യർക്കും ഗുരുവാണ്, പരമഗുരുവാണ്, ശിവൻ തന്നെയാണ്. പാർവ്വതീദേവിയുടെ അംശം, പാർവ്വതീദേവിയുടെ ശക്തിയും ശിവന്റെ ശക്തിയും തന്നെയാണ്. ഭഗവാൻ ഒരിക്കലും ഗർഭപാത്രത്തിൽ നിന്ന് പിറവിയെടുത്തതല്ല, ചൈതന്യമാണ്. ഭഗവാൻ ആദിയില്ല അന്തവുമില്ല. ഭഗവാൻ ആ ബ്രഹ്മം തന്നെയാണ്. സുബ്രഹ്മണ്യൻ, ശ്രേഷ്ഠമായ ബ്രഹ്മമാണ് ഭഗവാൻ. സുബ്രഹ്മണ്യൻ അതിശ്രേഷ്ഠമായ ബ്രഹ്മമാണ്. ഭഗവാന് പ്രണവത്തിന്റെ അർത്ഥം പരമേശ്വരൻ അച്ഛന് പറഞ്ഞു കൊടുക്കുന്ന, അച്ഛന് ഭഗവാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല, ഭഗവാൻ മകനോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഭഗവാൻ സ്വാമിനാഥൻ എന്ന് കിട്ടിയത്. ആ പ്രണവത്തിന്റെ അതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. പ്രണവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ, അതും മുരുകനെ വിളിച്ചാൽ ഇതെല്ലാം നമുക്ക് എല്ലാ ജ്ഞാനവും കിട്ടും, അതുപോലെ സമ്പത്തും കിട്ടും. മനസ്സിലായില്ലേ? ഭഗവാനെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കെല്ലാം ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊരു കാര്യത്തിനും, പിന്നെ അതുപോലെ ഈ ഗർഭിണികളായ സ്ത്രീകളും അവർ മുരുകനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നല്ലതാണ്. അവർക്ക് കുട്ടിയൊക്കെ നല്ല രീതിയിലൊക്കെ കിട്ടാനും, പിന്നെ ബെറ്റർ ട്രീറ്റ്മെൻ്റ് കൂടെ കൊടുക്കുക. മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ നല്ലതാണ്. പിന്നെ ഭഗവാനെ വിളിക്കുമ്പം നമുക്ക് ഏത് മന്ത്രം ജപിച്ചും ഭഗവാനെ വിളിക്കാം. നിങ്ങളുടെ മനസ്സിൽ നന്മ ഉണ്ടായിരിക്കണം, ശുദ്ധി ഉണ്ടായിരിക്കണം, ഭഗവാനോട് നിഷ്കളങ്കമായ ഭക്തി ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാ മുരുക ഭക്തന്മാരും ഇത് കാണുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഭഗവാന്റെ അനുഗ്രഹം ഏതൊരു വീട്ടിലും ഭഗവാന്റെ അനുഗ്രഹമുള്ള വീട്ടുകളിലൊക്കെ സമാധാന, സമ്പത്ത്, ഐശ്വര്യമൊക്കെ ഉണ്ടാവും. ആ വിസയുടെ തടസ്സം മാറി ആ വിദ്യയും കൂടെ പറഞ്ഞുതരാം. അതായത് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് രാവിലെ അല്പം ഭസ്മം വലതുകൈയുടെ ഉള്ളംകൈ വെച്ച് ചുരുട്ടി ഓം ശരവണ ഭവാന്ന് 18 തവണ ജപിക്കുക. നിത്യവും രാവിലെ ചെയ്യുക, വൈകിട്ടും ജപിച്ചുക. ഏതാഗ്രഹം ഭഗവാൻ സാധിച്ചു വരും. ആ വിസയ്ക്ക് തടസ്സം ഉണ്ടായി 3 ദിവസത്തിനുള്ളിൽ അത് സാധിച്ചു കിട്ടി. അപ്പം ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇത് നിത്യേന ചെയ്യാം. ആ വീട്ടിൽ അതെല്ലാം ജപിക്കുന്നിടത്ത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. അത്ഭുതകരമായ കാര്യമാണ്. അപ്പം ഞാൻ ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോ കാണുന്നവർക്ക് അറിയാം.
ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് സന്തോഷമുണ്ട് ഇത് പറഞ്ഞതെന്ന്. കാരണം വളരെ സമ്പന്നനായ ഒരു വ്യക്തി അദ്ദേഹം ചെയ്ത കാര്യമാണ് ആ 2 വഴിപാട് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും അത് ചെയ്താൽ ഉറപ്പായിട്ടും ഒന്നുമില്ലേ പോലും, നിങ്ങളുടെ അക്കൗണ്ടിലോ കയ്യിലോ ഒരു ബാലൻസ് ഇല്ലേ പോലും, നിങ്ങൾ അറിഞ്ഞ വിദ്യ എന്ന് പറഞ്ഞാൽ കോടീശ്വരനാകുന്ന ഒരു വിദ്യ. അത് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ, അത് എൻ്റെ കഴിവോ നിങ്ങളുടെ കഴിവോ അല്ല, അത് ഭഗവാൻ നിശ്ചയിച്ച സമയമാണ് നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ. കാരണം ഒരു വഴിയാണ്, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. അത് ഈശ്വരനാണ്. നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനൊരു വഴി മുന്നിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ്. അപ്പം ഇത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് പറഞ്ഞതിൽ. നിങ്ങൾക്കെല്ലാം അത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് മുരുക ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ വഴികൾ തെളിഞ്ഞു വന്നത്. ഞാൻ ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യാനോ ഒരു കാരണം മുരുകനാണ്, പിന്നെ ശിവഭഗവാനും. ഇപ്പം മുരുകന് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ ഇത് തൊടാൻ പറ്റത്തില്ല. അത് ജ്യോതിഷമായിക്കോട്ടെ, പ്രാണായാമം ആയിക്കോട്ടെ, യോഗവിദ്യ ആയിക്കോട്ടെ, ആത്മീയമായിക്കോട്ടെ, മുരുകന്റെ അനുഗ്രഹം ഇല്ലാതെ അത് തൊടാൻ പറ്റത്തില്ല. ഭഗവാന്റെ ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം പഴയ ഒരു വീഡിയോ പറഞ്ഞു തന്നിരുന്നു. അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം, പുതിയതായിട്ട് കാണുന്നവർക്ക് ഉപകാരപ്പെടും. ബാലസുബ്രഹ്മണ്യ മഹാദേവി പുത്രസ്വാമി വരവര സ്വാഹ. അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് കേട്ടോ. ബാലസുബ്രഹ്മണ്യ മഹാദേവി പുത്രസ്വാമി വരവര സ്വാഹ. അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ്. ഇത് രാവിലെയും വൈകിട്ടും ഒക്കെ ജപിക്കാം. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും മനസ്സിൽ ജപിക്കുക. ഏത് തടസ്സങ്ങളും ഭഗവാൻ മാറ്റിത്തരും. ബാലസുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണ്. കാരണം ബാലസുബ്രഹ്മണ്യന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അത് പറയാൻ ഞാനാളല്ല, എനിക്ക് അതിന് അറിവോ കഴിവോ ബുദ്ധിയോ ഒന്നുമില്ല. എങ്കിലും ഭഗവാന്റെ കാര്യമായതുകൊണ്ട് ഭഗവാനെ കുറിച്ച് നിങ്ങളെല്ലാം അറിയട്ടെ എന്ന ചിന്തയിൽ ലോക നന്മയ്ക്ക് വേണ്ടി എന്നാലാവുന്ന ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ബാലഭാവങ്ങൾക്ക് ശക്തി കൂടുതലാണ്. ബാലസുബ്രഹ്മണ്യൻ നിഷ്കളങ്കമായ ഭാവമാണ്, അവിടെ ഒരു തടസ്സവും ഇല്ല. ഭഗവാന്റെ വേലെന്ന് പറഞ്ഞാൽ നമ്മളുടെ കുണ്ടലിനി ശക്തി തന്നെയാണ്. നിങ്ങൾക്കറിയാം, മയിലെന്ന് പറഞ്ഞാൽ പഞ്ചപ്രാണനാണ്. ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. സ്കന്ദൻ നിങ്ങളുടെ ഉള്ളിലെ ആ ഭഗവാൻ തന്നെയാണ്. ഗുഹൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ ബാലസ്വരൂപം എന്ന് പറഞ്ഞാൽ അത് ബാലസ്വരൂപം അപാരമായ ശക്തിയാണ്, അപാരമായ ശക്തി. ഈ ബാലസ്വരൂപത്തെ ബാലസുബ്രഹ്മണ്യനെ വിളിച്ചാണ് മഹർഷിമാര് സിദ്ധന്മാര് എല്ലാം ആ സർവജ്ഞാനങ്ങളെ നേടിയെടുത്തിരിക്കുന്നത്. ഞാൻ ലോകരക്ഷയ്ക്ക് വേണ്ടി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്, അല്ല എൻ്റെ മനസ്സിൽ വേറൊരു ഉദ്ദേശവും ഇല്ല. അതിനെക്കുറിച്ചൊന്നും പറയാനുള്ള അറിവ് എനിക്കില്ല, കഴിവില്ല. എങ്കിലും ഞാൻ ആ ബാലസുബ്രഹ്മണ്യൻ്റെ മന്ത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ബാലസുബ്രഹ്മണ്യ സ്വാമി മഹാദേവി അങ്ങനെയല്ല, ബാലസുബ്രഹ്മണ്യ മഹാദേവി പുത്രസ്വാമി വരവര സ്വാഹ. അതായത് ബാലസുബ്രഹ്മണ്യ സ്വാമി എന്നല്ല, ബാലസുബ്രഹ്മണ്യ, ഓം ചേർക്കണം എല്ലാത്തിൻ്റെ ആദ്യം. ഓം ബാലസുബ്രഹ്മണ്യ മഹാദേവി പുത്രസ്വാമി വരവര സ്വാഹ. അങ്ങനെ ജപിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പിന്നെ മുരുകന്റെ ഭസ്മാഭിഷേകം ചെയ്ത ഭസ്മം വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനം ഉണ്ടാവും. ആ ഭസ്മം നമുക്ക് നിത്യേന തൊടാം. ഓം ഭജത് ഭുവെ ജപിച്ചുകൊണ്ട് തൊടാം, അല്ലെ ഓം ശരവണ ഭവ ജപിച്ചുകൊണ്ട് തൊടാം. മുരുകമന്ത്രം ജപിച്ച് ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ അവന്റെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ഇനി നിങ്ങളുടെ എതിരെ നിങ്ങൾ വണ്ടി ഓടിക്കുന്നു, നിങ്ങൾക്ക് ഒരു പ്രശ്നം വരികയാണ്, നിങ്ങൾ വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി കാക്കും സുബ്രഹ്മണ്യ വേൽ ഈ മന്ത്രം ജപിച്ചാൽ മതി, എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. നിങ്ങൾക്കെതിരെ എന്ത് പ്രതിസന്ധി വന്നാലും വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി എന്നുള്ള ചുറ്റി എന്നുള്ള തമിഴായോണ്ട് അസുഖം വരുന്നത്. വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി കാക്കും സുബ്രഹ്മണ്യ വേൽ. ഒരു തടസ്സങ്ങൾ ഈ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ഞാൻ ഈ മന്ത്രം പറഞ്ഞു കൊടുത്ത് പലർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റിക്കാക്കും സുബ്രഹ്മണ്യ വേൽ. പിന്നെ അതുപോലെ തന്നെ മുരുകന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഹരോഹര. മുരുകനക്ക് ഹരോഹര എന്ന് വിളിക്കുന്ന വലിയ ഇഷ്ടമാണ്.
പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മുരുക മുരുക എന്ന് വിളിക്കുന്ന നമുക്ക് ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് ചെല്ലും. മനസ്സിലായില്ലേ? ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്നാലാകുന്ന പോലെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിൽ കൂടുതലൊന്നും അറിയില്ല, അറിവില്ല. പക്ഷെ ഭഗവാനെ സമർപ്പിച്ചാ പറയുന്നത്. എല്ലാവർക്കും എല്ലാവരും ഭഗവാനെ അറിയട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി ഭൂമി സംബന്ധമായ ഏതൊരു കാര്യത്തിനും മുരുകന്റെ അനുഗ്രഹം ഉണ്ടായ തടസ്സങ്ങൾ മാറിക്കിട്ടും, ഭൂമി ദോഷങ്ങൾ മാറിക്കിട്ടും. നിങ്ങളുടെ ഭൂമിയിൽ ഓം ശരവണ ഭവ ജപിച്ച ഭസ്മം ചൊവ്വാഴ്ച രാവിലെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വിതറിയാൽ മതി, ആരും കാണാതെ. ഭൂമിദോഷം മാറും. ഇത് ഭഗവാൻ തരുന്ന ജ്ഞാനമാണ് കേട്ടോ, ഇത് ഭഗവാൻ തരുന്ന ജ്ഞാനമാണ്, എൻ്റെ ജ്ഞാനമല്ല. ഞാൻ വീണ്ടും പറയുന്നു, ചൊവ്വാഴ്ച രാവിലെ ഒരു 5:30-ഓ 5:45-നോ ഒക്കെ ഇടയ്ക്ക് ഇരുട്ടുള്ള സമയം, 4:30-കോ, ആരും കാണാതെ ചെയ്യുന്നതല്ല, ഇച്ചിരി ഭസ്മം എടുത്ത് ഓം ശരവണ ഭവ ജപിച്ച് ഭഗവാനെ എൻ്റെ ഭൂമി ദോഷങ്ങൾ, ഭൂമി സംബന്ധമായ ഭൂമിയിലെല്ലാം ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടായി, സമ്പത്തും ഐശ്വര്യം ഉണ്ടായി വേണേലും ഒന്നും പ്രാർത്ഥിക്കേണ്ട. ആ ഓം ശരവണ ഭവ വാഗുകൊണ്ട് ജപിച്ച് മനസ്സിലും ജപിച്ച് ഭസ്മം അല്പം മതി, ആ തെക്ക് പടിഞ്ഞാറേ മൂല വിതറിയാൽ മതി. ചൊവ്വാഴ്ചകൾ ചെയ്യണം, ഭൂമി സംബന്ധമായ ദോഷങ്ങൾ മാറും. ഭഗവാൻ എല്ലാത്തിൻ്റെ അധിപനാണ്. അതുപോലെ തന്നെ പോലീസ്, പട്ടാളം, ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഓം ശരവണ ഭവ ജപിക്കുക. വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ജപിക്കുക, അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. മനസ്സിൽ ജപിച്ചാൽ മതി. കാരണം ഭഗവാൻ ദേവസൈന്യാധിപനാണ്, ദേവസൈന്യാധിപനാണ് ഭഗവാൻ, ദേവസൈന്യാധിപനാണ് ഭഗവാൻ. അപ്പൊ ഭഗവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരാത്ത പോലെയുള്ള കാര്യങ്ങളാണ്. അതിങ്ങനെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതിലെല്ലാം നമുക്ക് പറഞ്ഞാലും അത് ശരിയാകത്തില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് യോഗ രഹസ്യങ്ങളുണ്ട് ഭഗവാന്റെ, അതൊക്കെ അതാ ഗുരുവിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളാണ്. അപ്പം ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. ഏതായാലും നിങ്ങളുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങളായി, അത് അറിയുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്തായാലും ചൊവ്വാഴ്ചകളൊക്കെ മുരുകനെ പോയി കാണണം കേട്ടോ. ചൊവ്വായും ഞായറും ഭഗവാന് വലിയ ഇഷ്ടമാണ്. പിന്നെ പൂയം വിശാഖ നാൾ വരുന്ന ദിവസങ്ങളിൽ ഭഗവാനെ ദർശനം നടത്തുന്നത് നല്ലതാണ്. ഷഷ്ടി ദിവസങ്ങളിൽ ഭഗവാനെ ദർശനം നടത്തുന്നത് നല്ലതാണ്. ഭഗവാന്റെ വേല് അമ്മ ആദിപരാശക്തി പാർവ്വതീദേവി കൊടുത്തതാണ്. ആ വേലിനെതിരായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും നിൽക്കത്തില്ല. ആ വേലിനെതിര് ആ വേല് ശരിക്കും നമ്മുടെ കുണ്ടലിനി ശക്തി തന്നെയാണ്. ആ വേല് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെയാണ്. മുരുകൻ എന്നുള്ളതിനകത്ത് മുകുന്ദൻ എന്നുള്ളതിന്റെ മൂവാ, ആരാ? നാരായണൻ. രുദ്രൻ അല്ലെ, ക എന്നുള്ളത് കമലോദ്ഭവൻ എന്ന് വെച്ചാൽ താമരയിൽ ഉള്ള ബ്രഹ്മാവിനെ, ഈ ശിവൻ, ഈ 3 പേരും ചേരുന്നതാണ് മുരുകൻ. മുരുകനകത്തെല്ലാം ഉണ്ട്. അപ്പം ഭഗവാന് ശിവൻ തന്നെയാണ്, പാർവ്വദേവിയുടെ ചൈതന്യമാണ്, ഭഗവാൻ എല്ലാമാണ്, പ്രപഞ്ചമാണ്, ബ്രഹ്മമാണ്, സുബ്രഹ്മണ്യനാണ്, ശ്രേഷ്ഠമായ ബ്രഹ്മമാണ്. ഞാൻ ഭഗവാനിലേക്ക് ആഴത്തിലേക്ക് വരുന്നത് വളരെ വൈകിയാണ്. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് കിട്ടുന്നത്. പക്ഷെ ഇപ്പം ആ ഭഗവാനിൽ മനസ്സ് പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ്, ശിവനും എല്ലാം ഭഗവാൻ തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഭഗവാനിലൂടെ, അച്ഛനിലൂടെ, മകനിലൂടെയാണ് അച്ഛനിലേക്ക് എത്താൻ പറ്റുന്നത്. ദേവി, മുരുകൻ, ശിവൻ, അങ്ങനെയാണ് പോകുന്നത്. അതാണ് ശരിയായിട്ടുള്ള ഒരു പ്രാർത്ഥന. ദേവിയെ ആദ്യം വിളിക്കണം, മുരുകന്, ശിവന്. അങ്ങനെയാണ് ശിവനിലേക്ക് എത്തുന്ന ഒരു യാത്ര. ഡയറക്റ്റ് ശിവനിലേക്ക് എത്താൻ പറ്റത്തില്ല. അപ്പൊ ഭഗവാനെ തൊടാതെ ഒരു ആത്മീയതയില്ല. മുരുകനില്ലാതൊരു ആത്മീയതയില്ല, മുരുകനില്ലാതൊരു അറിവില്ല, മുരുകനില്ലാതൊരു ജ്ഞാനമില്ല, മുരുകനില്ലാതൊരു സിദ്ധിയില്ല. കാരണം ആ ആദിപരാശക്തിയുടെയും ചൈതന്യവും സാക്ഷാൽ ശിവന്റെ ചൈതന്യവും കൂടെ ചേർന്ന ചൈതന്യമാണ് മുരുകൻ. ചൈതന്യമാണ്, സുബ്രഹ്മണ്യനാണ്. ഇപ്പൊ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹം മാത്രമല്ല, ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് ജ്ഞാനം തനിയെ വരും, ജ്ഞാനം സിദ്ധമാകും. ഭഗവാൻ ജ്ഞാനം കൊടുക്കും. പക്ഷെ സത്യസന്ധമായിട്ടായിരിക്കണം ഭഗവാനെ വിളിക്കുന്നത്. അത്ര തന്നെ. മനസ്സിൽ നന്മ ഉണ്ടാകണം, സഹജീവികളോട് കാരുണ്യം ഉണ്ടാകണം. മരങ്ങൾക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുക, ചെറിയ ചെടികളൊക്കെ ഇല്ലേ, പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുക്കുക, അശരണരെ സഹായിക്കുക, വൃദ്ധന്മാരോടും ഒക്കെ സ്നേഹവും ബഹുമാനവും കാണിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക.
അച്ഛനെയും അമ്മയും ബഹുമാനം കാണിക്കുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക. ഇങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഭഗവാൻ എന്ന് വെച്ചാൽ നന്മയാണ്, കാരുണ്യമാണ്, സ്നേഹമാണ്, അളവറ്റ ദിവ്യ സ്നേഹമാണ്. മുരുകാ 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 എന്നിങ്ങനെ ആ ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ തന്നെ ഭഗവാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും, മനസ്സ് ശുദ്ധമാണെങ്കിൽ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറഞ്ഞു തന്നത് ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യമല്ല, ഇത് എന്നിലേക്ക് വന്ന കാര്യമാണ്. ഈ അറിവ് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ നിശ്ചയമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മുരുകന്റെ തന്നെ പാദങ്ങൾ കോടി തവണ പ്രണമിച്ചുകൊണ്ട് ഇതെല്ലാം ലോകരക്ഷാർത്ഥം, ലോക നന്മാർത്ഥം, ഭഗവാനെ എല്ലാവരും അറിയണമെന്നുള്ള ഒരൊറ്റ ഒരു ചിന്തയിൽ, വേറൊരു ആഗ്രഹവും വേറെ ചിന്തയും എനിക്കില്ല. ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഓം ശരവണ ഭവ, ഓം ഭജത് ഭുവേ നമ. മുരുക, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരും ഭഗവാനെ വിളിക്കണം കേട്ടോ. കുട്ടികളൊക്കെ ഭഗവാനെ വിളിച്ചാൽ അവർ ചെറുപ്പത്തിലേ തൊട്ടേ അവർ വളരെ നേരത്തെ ഏർലി ലൈഫിൽ തന്നെ ജോലി, കുടുംബം സെറ്റിലാകും, എല്ലാം ഉണ്ടായി വരും. മനസ്സിലായില്ലേ? അങ്ങനെ എത്ര ആളുകളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഭഗവാനെ വിളിക്കാം. ജോലി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മാറാനും, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറാൻ ഭഗവാനെ വിളിക്കാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ നിശ്ചയം, അത്ര എനിക്ക് പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. മുരുകാ.